Hi students, welcome back to Target Learning App. NEET Challenge ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നുള്ള ചാപ്റ്ററാണ്. നിങ്ങൾക്കറിയാം ആകെ മൊത്തം സിലബസിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അധികം ഇക്വേഷൻസ് ഒന്നുമില്ല നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം. ഞാൻ അലി ഫാസിൽ, സോ പ്ലീസ് വാച്ച് ഇറ്റ് ക്ലിയർലി ആൻഡ് മേക്ക് യുവർ നോട്ട്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഹൗ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്, ദെൻ ഹൗ ഇറ്റ് ഈസ് പ്രൊപ്പഗേറ്റിംഗ്, പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്നുള്ള കൺസെപ്റ്റും. ഈ ഒരു 3 കൺസെപ്റ്റാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ സ്പെക്ട്രം, അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് ഫീച്ചേഴ്സ്, അതിനെക്കുറിച്ച് ചോദ്യം വരാറുണ്ട്. പിന്നെ അതിൻ്റെ ബേസിക്സ്, അതിനെക്കുറിച്ചും ചോദ്യം വരാറുണ്ട്. ഏതൊക്കെ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, എ 100 ohm resistance and a capacitor of 100 ohm reactance are connected in series across a 220 volt source. When the capacitor is 50% charged, the peak value of the displacement current is. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിനെ കുറിച്ചൊരു ചോദ്യമാണിത്. അറിയാലോ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് തുടങ്ങുന്നതിൻ്റെ കൺസെപ്റ്റ് വരുമ്പം മാക്സ്വെൽസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ വരുന്ന കൺസെപ്റ്റാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്നുള്ള ടേം വന്നുകൊണ്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കപ്പാസിറ്റർ 50% ചാർജ് ആകുമ്പോൾ ദ പീക്ക് വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? റെസിസ്റ്റൻസിൻ്റെ തന്നിട്ടുണ്ട്, കപ്പാസിറ്ററിൻ്റെ റിയാക്ടൻസും തന്നിട്ടുണ്ട്. സോ ഹിയർ R is equal to 100 ohm and capacitive reactance is also 100 ohm. XC is equal to 100 ohm. So ആ സർക്യൂട്ട് ഒരു RC സർക്യൂട്ട് ആണല്ലോ. അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ഇംപെഡൻസ് Z is equal to root of R square plus XC square. എന്തുവരും? root of 100 square plus 100 square, nothing but 100 root 2 ohm എന്ന് വരും. Z കിട്ടി. ഇനി പീക്ക് വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അത് തന്നെ ആയിരിക്കുമല്ലോ പീക്ക് വാല്യൂ ഓഫ് കണ്ടക്ഷൻ കറണ്ട്. സോ പീക്ക് വാല്യൂ ഓഫ് കണ്ടക്ഷൻ കറണ്ട് കണ്ടാൽ മതി, ആൻസർ റെഡിയാണ്. സോ ഹിയർ എത്ര വോൾട്ടേജ്? V is equal to 220 volt and Z is equal to 100 root 2 ohm. So I is equal to current. I is equal to V by R നമുക്കറിയാലോ. സോ V by Z. എത്ര V വരുന്നത്? 220 by Z എത്ര വരുന്നത്? 100 root 2. സെറ്റാണല്ലോ. സോ 220 by 100 root 2 എത്ര വരും? ഓൾമോസ്റ്റ് സിമിലർ. സോ 2.2 by root 2 വരും. സോ ഓൾമോസ്റ്റ് വിൽ ബിക്കം 220 divided by 100 is there. So 2.2 divided by root 2. So 2.2 by 1.4. So almost എത്ര ഉണ്ടാവും? ഇത് nearly equal to come on. So it's 2.2 by 1.4 into root 2 will be for the peak value. So that is equal to 2.2 almost. So we have A is the answer. So option A will be the answer for that. We can move to the next question. The ratio of contributions made by the electric field and magnetic field components to the intensity of an electromagnetic wave. Electromagnetic wave is made up of electric and magnetic components. നമുക്കറിയാം അതിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും കമ്പോണൻസ് അതിൻ്റെ ഇൻറ്റൻസിറ്റി തരുന്ന റേഷ്യോ എത്ര ആയിരിക്കും എന്നുള്ളത്. ദ വിൽ ബി ഈക്വൽ ഓഫ് കോഴ്സ്. സോ ആൻസർ ഇസ് 1.1. B is the correct answer for it. So 1:1 is the ratio, equally divided, you know. The next question is, an EM wave is propagating in a medium with a velocity V bar, vector V is equal to V I cap. So ഏത് ഡയറക്ഷനാണ്? പോസിറ്റീവ് X direction. The instantaneous oscillating electric field of the EM wave is along positive Y axis. പോസിറ്റീവ് Y ആക്സിസിലാണ് എന്തുള്ളത്? ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്നത്. Then the direction of oscillating magnetic field of the wave will be along. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലായിരിക്കും? സോ നമുക്കറിയാം ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ പ്രൊപ്പഗേറ്റിംഗ്, okay, are oscillating perpendicular to each other and also perpendicular to the direction of wave എന്നാണല്ലോ. സോ പോസിറ്റീവ് Y ആക്സിസിലാണ് ആരുള്ളത്? ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്നത്. ദെൻ മൂവ് ചെയ്യുന്നത് പോസിറ്റീവ് X ആക്സിസിലാണ്. സോ എക്സ് ക്രോസ് എന്നുള്ളത് ഇവിടെ നമുക്ക് E എന്നുള്ളത് I ക്യാപ്പാണ്. ഓക്കെ, if it is, then B will be
j cap, then propagation will be k cap. ഈ ഒരു ഓർഡർ നമ്മൾ പഠിച്ചിരുന്നു, ഐ ജെ കെ. സോ ഐ ക്രോസ് ജെ സ്കെയിൽ കെ എന്നുള്ള കോൺസെപ്റ്റ്. സോ ഇവിടെ വന്നിരിക്കുന്നത് ഈ ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് വി എന്നുള്ളത് ഐ ക്യാപ്പിലാണ്. ഓക്കെ, സോ സൈക്ലിക് കോർഡിനേറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഐ ജെ കെ, ഐ ക്രോസ് ജെ ഇസ് ഈക്വൽ ടു കെ എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട്. സോ ഹിയർ വെലോസിറ്റി ഐ ക്യാപ്പിലുള്ളത്, സോ നമുക്ക് കിട്ടേണ്ടത് ഐ ക്യാപ്പാണ്. ഈ ഉള്ളത് ജെ ക്യാപ്പിലാണ്. സോ ഓഫ് കോഴ്സ് ജെ ക്രോസ് കെ ഇസ് ഈക്വൽ ടു ഐ. Along positive z direction will be the answer. So B will be this one. So here this is for V, then this is for E, then this will be for B as a question. Okay, next question. Light with an average flux of 20 watts per centimeter square falls on a non-reflecting surface at normal incidence having surface area 20 centimeter square. The energy received by the surface during time span of 1 minute is. So flux density എന്നുള്ള concept ആണ്. The energy received per unit area per unit second is called flux density. നമുക്കിവിടെ തന്നിരിക്കുന്നത് ഫ്ലക്സ് തന്നിട്ടുണ്ട് 20 വാട്ട്സ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ദെൻ നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്, നമുക്ക് എനർജി റിസീവ്ഡ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് എനർജി പെർ ഏരിയ പെർ ടൈം. സോ എനർജി ഈസ് ഈക്വൽ ടു flux density phi into area into time. Simple. So energy per area per time is flux density. So energy is equal to flux into area into time. എന്ത് വരും? ഫ്ലക്സ് ഡെൻസിറ്റി എത്ര എത്തിക്കുന്നത്? 20 തന്നിട്ടുണ്ട് ഇൻറ്റു ഏരിയ എത്രയാ? as also again 20 centimeter square. So per centimeter square only. So no need to convert into time എത്രയാ? 1 minute is there. So 1 minute means 60 seconds that you have to convert. 60 seconds. So how much will be? 2 into 4 into 6, okay, 24 into 10 raised to 3 joules will be. C is the answer. So 24 into 10 raised to 3 joules. That will be the total energy received by this one. Okay, ഈ ഒരു ക്വസ്റ്റ്യൻ 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് വേറൊരു ക്വസ്റ്റ്യനിൽ ഇയറിലും. സോ ടേക്ക് കെയർ. ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് എനർജി പെർ ഏരിയ പെർ സെക്കൻഡ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻ ഇലക്ട്രോമാഗ്നെറ്റിക് വേവ് in free space, the root mean square value of the electric field is E RMS is equal to 6 volt per meter. The peak value of the magnetic field is, magnetic field peak value ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറയുന്നു. നിങ്ങൾക്കറിയാം E by B is equal to C. E by B is equal to C. ആ റിലേഷൻ ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. സോ നമുക്ക് E RMS തന്നിട്ടുണ്ട്. സോ E RMS by B RMS is equal to C എന്ന് നമുക്ക് എഴുതാലോ. സോ നമുക്ക് പീക്ക് വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്. സോ B RMS is equal to, ഇവിടുന്ന് RMS വാല്യൂ കിട്ടും, B RMS is equal to എന്തുവരും? E RMS by C. E RMS by C എത്ര? E RMS വരിക്കുന്നത് 6 ആണ്. ഡിവൈഡ് ബൈ C എത്ര? 3 into 10 raised to 8. C is the speed of light in the vacuum. So 6 by 3 എത്രയാ? 2 into 10 raised to minus 8 B ആണ്. സോ ടെസ്ല. അതാണ് B RMS വരുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ എന്ത് വരും? ദ പീക്ക് വാല്യൂ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. സോ പീക്ക് വാല്യൂ RMS വാല്യൂ പറയാലോ അല്ലേ? I RMS ഇക്വൽ ടു V0 by √2. സോ B0 is equal to B RMS into √2. ഓക്കെ, സോ എത്ര വരും? √2 value is so almost equal to, that is 2 into √2 into 10 raised to minus 8 Tesla. So √2 is 1.4, you know. So 2 into 1.4, almost 2.8 will come. So A is the correct answer here. 2.83 into 10 raised to minus 8 Tesla. That is a peak value. So here we used E RMS by B RMS is equal to C. ആ റിലേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. For a transparent medium, relative permeability and permittivity mu r and epsilon r are 1 and 1.44 respectively. So relative permittivity and permeability ഈ രണ്ട് ടേംസ് ആണ് തന്നിരിക്കുന്നത്. The velocity of light in this medium would be. So വെലോസിറ്റിയും ഈ റിലേറ്റീവ് ആൻഡ് പെർമിറ്റിവിറ്റി ഉള്ള റിലേഷനാണ് നമുക്ക് നോക്കേണ്ടത്. സോ നമുക്കറിയാം C is equal to
1 by root of mu 0 epsilon 0 എന്നൊരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ റിലേഷനാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഒരു മീഡിയത്തിലേക്കാകുമ്പോൾ നമുക്ക് എഴുതാം എന്ത് v is equal to 1 by root of mu into epsilon. ഇനി mu epsilon എങ്ങനെ ചെയ്യാം നമുക്ക്? So if you relate it, you know, mu is equal to mu r into mu 0 അല്ലേ? റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നുള്ള കോൺസെപ്റ്റ്. സിമിലർലി epsilon is equal to epsilon r epsilon 0 റിലേറ്റ് ചെയ്യാലോ. സോ കം ഓൺ, ഹിയർ വിൽ ബി ഈക്വൽ ടു mu എന്നുള്ളത് mu r mu 0 എന്ന് കൊടുക്കാം. ദെൻ epsilon എന്നുള്ളത് epsilon r epsilon 0 എന്ന് കൊടുക്കാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 by കം ഓൺ റൂട്ട് ഓഫ് mu r epsilon r into mu 0 epsilon 0 അല്ലേ? mu 0 epsilon 0. So 1 by mu 0 epsilon 0 തന്നെ c ആണല്ലോ. So that is c by root of mu r epsilon r. That will be v. Okay, value തന്നിട്ടുണ്ടല്ലോ. So it's almost equal to 3 into 10 raised to 8 divided by root of 1 into 1.44 എന്നുള്ള റിലേഷനാണ് വരുന്നത്. So that will be almost equal to root of 1 into 1.44. So that will be root of 1.44 only. So root of root 2 will be that much. So that is 3 into 10 raised to 8 divided by 1 into 1.44. That will be almost equal to 2.5 into 10 raised to 8. So that is 2.5. Is the answer for that one. Okay, so ഇവിടെ നമ്മൾ വെലോസിറ്റിയും ദെൻ പെർമിബിലിറ്റി ആൻഡ് പെർമിറ്റിവിറ്റി ഈ രണ്ടുള്ള റിലേഷനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ബേസിക് ഫീച്ചറിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The electric field associated with an EM wave in vacuum is given by E is equal to I cap 40 cos kz minus 6 into 10 raised to 8 t, where E, Z and T are in volt per meter, meter and seconds respectively. The value of wave vector k is. So wave vector k എന്നുള്ളതിന് ഒരു റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. k is equal to omega by c എന്നുള്ള റിലേഷൻ നമുക്കറിയാം. ആ ഒരു ഇക്വേഷനാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. സോ വാട്ട് ഈസ് ഒമേഗ ഹിയർ? ഈ ഇക്വേഷൻ വരുമ്പോൾ നമുക്ക് ജനറൽ ഇക്വേഷനായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം. E is equal to E0 sin kz minus omega t. ഇതാണല്ലോ ജനറൽ ഇക്വേഷൻ. സോ അവിടെ ഒമേഗ എത്ര വരുന്നത്? 6 into 10 raised to 8. ഓക്കെ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു 6 into 10 raised to 8 divided by c. എത്ര c വരുന്നത്? 3 into 10 raised to 8. c is the speed of light in vacuum. So that's equal to 2 per meter. A is the correct answer here. Fine. So simple. Wave vector k is equal to omega by c. അത് representation of electric and magnetic field EM waves-ലെ അതിന് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സിമ്പിൾ ആണല്ലോ. സോ k is equal to omega by c എന്ന് കൊടുക്കാം. ഇനി ഇതേപോലെ കുറേ ഇക്വേഷൻസ് അതിൽ റിലേഷൻ വരുന്നുണ്ട്. നമുക്കറിയാം ഒമേഗ ഈസ് ഈക്വൽ ടു 2 പൈ ന്യൂ എന്നുള്ള റിലേഷൻ നിങ്ങൾ പഠിക്കണം. ദെൻ കെ ആൾസോ കെ ഈസ് ഈക്വൽ ടു 2 പൈ ബൈ ലാംഡ എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്, ഓർമ്മയില്ലേ അത്? അതേപോലെ തന്നെ സി ഈസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു ലാംഡ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. സോ അവിടെ ലാംഡ സ്കിൽ എന്ന് കൊടുക്കാം, 2 പൈ ബൈ കെ എന്ന് കൊടുക്കാം അല്ലേ? ന്യൂ എന്നുള്ള എന്ത് കൊടുക്കാം? omega by 2 pi എന്ന് കൊടുക്കാം. So from there we get k is equal to omega by c. Okay, fine. Next question, let's see. Which of the following statement is false for the properties of electromagnetic waves? EM waves-ന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫോൾസ്? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഫോൾസ്. Okay. A. Both electric and magnetic field vectors attain the maxima and minima at the same place and the same time. Electric and magnetic field vectors maximum minimum കിട്ടുന്ന same time and same place ആയിരിക്കും. Of course, correct ആയിരിക്കും. No issues at all. B. The energy in electromagnetic waves is divided equally between electric and magnetic vectors. Sure. Energy equal divide ആണ്. C. Both electric and magnetic field vectors are
parallel to each other and perpendicular to the direction of propagation of wave. എന്തൊരു തെറ്റില്ലേ? Parallel ആണോ electric and magnetic field? Never. Is perpendicular. So of course answer is what? C is a false statement. Then D നോക്കണ്ടല്ല. D, these waves do not require any material medium for propagation. Of course electromagnetic waves can pass through vacuum also. Okay, 2010 NEET exam വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സം കേസിൽ മോർ ദാൻ വൺ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആയിട്ട് വരാം. ഇപ്പോൾ ഇവിടെ ഒന്ന് മാത്രമേ ഒന്നുള്ളൂ, സി. സോ ആൻസർ ഇസ് എ സി ഇസ് ആൻസർ. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The electric field of an electromagnetic wave in free space is given by E is equal to 10 cos into 10 raised to 7t plus kx j volt per meter, where t and x are in seconds and meters respectively. It can be inferred that. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് മുമ്പ് എഴുതി കോമൺ ഇക്വേഷൻ അല്ലേ. സോ ഇത് ജെ ക്യാപ്പ് ആണ്. സോ ഇറ്റ്സ് മൂവിങ് അലോങ് പോസിറ്റീവ് എക്സ് ജെ ക്യാപ്പ് നോക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ കെയുടെ സൈനും കൂടെ നോക്കണം. സോ പ്ലസ് കെ എക്സ് എന്നുണ്ട്. സോ പ്ലസ് കെ എക്സ് എന്നാണെങ്കിൽ എക്സ് ആണ് ഇവിടെ ഉള്ളത്. സോ ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിലൂടെയാണ് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. ഓക്കെ, വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് അലോങ് പോസിറ്റീവ് വൈ ആക്സിസ്. ആ രണ്ട് ഇൻഫ്ലുവൻസ് ആ ഇക്വേഷൻ തന്നെ കിട്ടുകയാണ് നമുക്ക്. ഓക്കെ, അതോടൊപ്പം ഒമേഗയുടെ വാല്യൂ 10⁷ ആണ്. ഫൈൻ. ആംപ്ലിറ്റ്യൂഡ് 10 ആണ്. E0യുടെ ആംപ്ലിറ്റ്യൂഡ് 10 ആണ്. സോ കം ഓൺ, ഇൻഫറൻസ് 1. The wavelength lambda is 188.4 meters. So നമുക്ക് ലാംഡ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 2. The wave number k is 0.33 radian per meter. 3. The wave amplitude is 10 volt per meter. 4. The wave is propagating along positive x direction. Which of the following pairs of statement is correct? ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഈ വായിച്ചപ്പോൾ തന്നെ പറഞ്ഞു പ്ലസ് കെ എക്സ് ആണെങ്കിൽ ഉറപ്പിച്ചോ വേവ് ഇസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. സോ അതുകൊണ്ട് നമ്മുടെ ഈ ഫോർത്ത് വൺ റോങ് ആണെന്ന് ഫസ്റ്റ് തന്നെ പറയാം അല്ലേ. കാരണം അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ വേവ് ഇസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അവിടെ തന്നെ നമുക്ക് പറയാം എന്ത്? ദാറ്റ്സ് റോങ്. സോ ഫോർത്ത് എന്ന ഓപ്ഷൻ വരുന്നത് റോങ് ആണ്. സോ എ കനോട്ട് ബി ആൻ ആൻസർ. അതിൽ 4 വന്നുകൊണ്ടാണ്. സോ ലെറ്റ് ബി ദർ. നൗ അതർ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ദ വേവ് ആംപ്ലിറ്റ്യൂഡ് ഇസ് 10. ഓക്കെ, 10 volt per meter കറക്റ്റ് ആണ്. സോ തേർഡ് വൺ ഇസ് കറക്റ്റ്. തേർഡ് വൺ വരുന്നത് ഡിയിലും സിയിലുമാണ് വരുന്നത് തേർഡ് വൺ കേട്ടോ. അപ്പോൾ സി ഓർ ഡി ക്യാൻ ബി അവർ ആൻസേഴ്സ്. ഫൈൻ. വാട്ട് അബൌട്ട് 1 and 2? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സോ വേവ് ലാംഡ ഇസ് ഗിവൺ 188.4 meter ആൻഡ് ദ വേവ് നമ്പർ കെ ഇസ് ഗിവൺ 0.33 radian per meter. നേരെ നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാമല്ലോ. കെ ഇസ് ഇക്വൽ ടു നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഒമേഗ തന്നിട്ടുണ്ട്. എത്രയാ? 10⁻⁷ ആണ് ഒമേഗ. ഫൈൻ. സി നമുക്കറിയാം. എത്രയാ? 3 × 10⁸ meter per second ആണ്. നൗ കെ എത്ര വരുന്നത്? ജസ്റ്റ് നമ്പർ നോ. കെ ഇസ് ഇക്വൽ ടു ഒമേഗ ബൈ സി. ഒമേഗ ബൈ സി എന്ന് പറയുമ്പോൾ 10⁻⁷ ഡിവൈഡ് ബൈ 3 × 10⁸. So almost equal to 7, 8. You can cancel. 1/30 is coming. 1/30 is 0.03. 333 will be going on. So okay, that is k value is coming. But ഇവിടെ k തന്നിരിക്കുന്നത് എത്രയാണ്? 0.33 ആണ്. So 2 also wrong. രണ്ടും wrong ആണ്. So then answer D is option. 2 വരുന്നതും എന്തല്ല തെറ്റാണ്. So 1 and 3 is the correct answer. The wavelength lambda is 188.4 meter and 3 is the wave amplitude is 10 volt per meter. So you can save your time. Otherwise you can calculate lambda also. Okay. So option is D is the correct answer. Just a comparison മാത്രമാണ്. Nearly type of questions നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഈ വർഷം. Okay. Next question, let's move. The electric and magnetic field associated with an EM wave propagating along the positive z axis can be represented by. പോസിറ്റീവ് z ആക്സിസിലൂടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഏതാവാം? ഏതൊക്കെ ഡയറക്ഷനിലാവാം? ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞു വേറെ ടൈപ്പിൽ ക്വസ്റ്റ്യൻ വന്നിരുന്നു. സോ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് E=E0I, B=B0J ആവാം അല്ലേ. I × J = J നമുക്ക് പറഞ്ഞു നേരത്തെ ഞാൻ. സോ I J K ആ സൈക്ലിക് കോർഡിനേറ്റിലാണ് ഇത് വരുന്നത്. സോ I × J = K എന്ന് പറയാം. കാരണം ഇത് പോസിറ്റീവ് z ആക്സിസ് ആണ്, K ആക്സിസ്, K വെക്ടർ. സോ I × J എന്ന് വന്നാൽ ഫൈനാണ്. ഇയും ബി ആവാം. ഇനി അടുത്ത ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ബി E=E0 K നെവർ
കാരണം വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് z ആക്സിസ് ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് ആവുള്ളൂ. സോ ഇറ്റ് കാനോട്ട് ബി, ബി കാനോട്ട് ബി. നൗ സി E is equal to E0J, B is equal to B0I. J cross I is negative K actually. അപ്പം നെഗറ്റീവ് എക്സ് z ഡയറക്ഷനിലൂടെ പോവുക ഇതാണെങ്കിൽ. സോ ഐയും ജെയും ആണ്, പക്ഷെ ശ്രദ്ധിക്കണം ഇ ക്രോസ് ബി എന്നുള്ളത് എന്തായിരിക്കണം, ഈ z ഡയറക്ഷനിലേക്ക് പ്രൊപ്പഗേഷൻ ആയിരിക്കണം. സോ ജെ ക്രോസ് ഐ ഇസ് മൈനസ് കെ ആണ് വരുന്നത്. സോ ടു സി ആൾസോ കനോട്ട് ബി. ഡി ഈസ് E0J, B B0K. ബി എന്താ വരുന്നത്, ഒരിക്കലും കെ ഡയറക്ഷനിൽ പോകും. സോ ഓപ്ഷൻ ഓൺലി എ ഇസ് പോസിബിൾ. ഗോട്ട് ഇറ്റ്? സോ ചെക്ക് ചെയ്യണം കൃത്യമായിട്ട്. ഐയും ജെയും കാണുമ്പോൾ ക്ലിയർ ചെയ്ത് അത് ഐ ക്രോസ് ജെ ഇസ് കെ വരണം. ഇനി ഇവിടെ എങ്ങനെ നെഗറ്റീവ് z ആക്സിസ് ആണെങ്കിൽ ഏത് ആൻസർ, സി ആയിരിക്കും നമ്മുടെ ആൻസർ വരാം. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് 2012 വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ദ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ടു ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഫോർ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ വാക്യൂം ഈസ് ഈക്വൽ ടു. വാക്യത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും ആംപ്ലിറ്റ്യൂഡ്സ് തമ്മിലുള്ള റേഷ്യോ നമ്മൾ പഠിച്ചു അല്ലേ. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. എന്താണത്, ഇ ബൈ ബി ഈസ് ഈക്വൽ ടു സി. ഇ ബൈ ബി ഈസ് ഈക്വൽ ടു സി. E0 ബൈ B0 ഈസ് ഈക്വൽ ടു സി എന്ന് എഴുതാം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ. ഇനി ഇവിടെ എന്താ പറയുന്നത്, റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ടു ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ B0 ബൈ E0 ആണ് തന്നിരിക്കുന്നത്. എന്തായിരിക്കും, E0 ബൈ B0 സി ആണെങ്കിൽ B0 by E0 will be equal to 1 by C. Simple. Now see the options. A, the speed of light in vacuum. തെറ്റാണ്, അല്ല. B, reciprocal of speed of light. Yes, 1 by C. Correct. B ആണ് correct answer. അടുത്ത രണ്ട് ഓപ്ഷൻ നോക്കിയേക്ക് എന്തായാലും. The ratio of magnetic permeability to the electric susceptibility of vacuum. സാധ്യതയുണ്ടോ? റേഷ്യോ ഒരിക്കലും ആവത്തില്ലല്ലോ. കാരണം സി എന്ന് വരാണെങ്കിൽ 1 by root μ0 ε0 നമ്മൾ പഠിച്ചിരിക്കുന്നത്. μ0 by ε0 എന്ന് വരത്തില്ല. ദെൻ യൂണിറ്റി നെവർ, കാരണം രണ്ട് ഈക്വൽ അല്ല. സോ 1 by C is a correct answer. Let's move to next question. So 2011 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണത്. ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ഓഫ് ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, അൾട്രാവയലറ്റ് ആൻഡ് ഗാമ റേസ് ഈസ്. Decreasing order of wavelength of infrared, microwave, ultraviolet and gamma rays is. ഓർഡർ നമ്മുടെ സ്പെക്ട്രത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുന്നത് ഒരു കോഡുണ്ട് GXUVIMR. ഈ ഒരു കോഡ് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് സ്പെക്ട്രമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. GXUVIMR ഇത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ആണ്. G for gamma rays, X for X rays, U for ultraviolet, V for visible light, I for infrared, M for microwave, R for radio wave. So gamma rays ആണ് ഏറ്റവും ലീസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത്, റേഡിയോ വേവ്സ് ആണ് ഏറ്റവും ഹയസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത്. ദെൻ വേവ് ലെങ്ത് ഇൻക്രീസിങ് ഓർഡർ ആണെങ്കിൽ നേരെ റിവേഴ്സ് ആണ് എന്ത്, ഫ്രീക്വൻസി വരുന്നത് അല്ലേ. സോ ഫ്രീക്വൻസി ഈസ് ഡിക്രീസിങ് ഓർഡർ. റേഡിയോ വേവ്സ് ആണ് ഏറ്റവും ലീസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത്, ഗാമ റേസ് ആണ് ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത്. സോ എനർജി ഓൾസോ ബിൽ ലാർജസ്റ്റ് ഫോർ ഗാമ റേസ്, ദ പെനട്രേറ്റിംഗ് പവർ. ഓക്കെ ഓക്കെ ഫൈൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിക്രീസിങ് ഓർഡർ ഹയസ്റ്റ്, ഡിസൈനിങ് ഓർഡർ ചോദിച്ചിരിക്കുന്നത്. സോ ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, അൾട്രാവയലറ്റ്, ഗാമ റേസ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പം അതിലാര മൈക്രോവേവ് ഉണ്ട് അല്ലേ. സോ മൈക്രോവേവ് ദ ഫസ്റ്റ്, ദെൻ ഇൻഫ്രാറെഡ്, ഓക്കെ, ദെൻ അൾട്രാവയലറ്റ്, ദെൻ ഗാമ റേസ്. സോ മൈക്രോവേവ് ഫസ്റ്റ് വരണം. മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ്, ഗാമ റേസ്. യെസ് കറക്റ്റ്. ഇവിടെ തന്നെ വരുന്നുണ്ട്. എ ഇസ് ആൻസർ. മൈക്രോവേവ്, ഗാമ തെറ്റാണ്. ഓക്കെ, ഡിക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ചോദിച്ചിരിക്കുന്നത്. സോ ഈ സ്പെക്ട്രത്തിൻ്റെ ഓർഡർ ഒന്ന് പഠിച്ചാൽ നത്തിങ്. ദ ഫസ്റ്റ് ലെറ്റേഴ്സ് അത്രേ ഉള്ളൂ കേട്ടോ. GXUVIMR രണ്ട് തവണ ചൊല്ലി പഠിച്ചാൽ ദാറ്റ്സ് ബി ഫൈൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലെറ്റ്സ് മൂവ്. ഇത് 2013 ചോദിച്ച ചോദ്യമാണ്. ദി കണ്ടീഷൻ അണ്ടർ വിച്ച് എ മൈക്രോവേവ് ഓവൻ heats up a food item containing water molecules most efficiently is. മൈക്രോവേവ് ഓവൻ എല്ലാവർക്കും അറിയാം, നമ്മുടെ മൈക്രോവേവ്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ സൈഡാണത്. അപ്പോൾ അത് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുമ്പം മോസ്റ്റ് എഫിഷ്യൻ്റ്ലി ചെയ്യണമെങ്കിൽ എന്താണ് ബേസിക് കണ്ടീഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. 2013 NEET ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. മൈക്രോവേവ്സ് ആർ ഹീറ്റ് വേവ്സ്, സോ ഓൾവേസ് പ്രൊഡ്യൂസ് ഹീറ്റിംഗ്. ഇൻഫ്രാറെഡ് വേവ്സ് പ്രൊഡ്യൂസ് ഹീറ്റിംഗ് ഇൻ എ മൈക്രോവേവ് ഓവൻ. മൈക്രോവേവിൽ ഇൻഫ്രാറെഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തെറ്റാണോ അല്ലേ. The frequency of the microwaves must match
the resonant frequency of the water molecules. The frequency of the microwaves has no relation with the natural frequency of water molecules. അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മൈക്രോവേവ് ഓവൻ്റെ വർക്ക് റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്നുള്ള കൺസെപ്റ്റിലാണ് അത് വർക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള വാട്ടർ മോളിക്യൂൾസിൻ്റെ ഫ്രീക്വൻസിയും ഈ കണ്ടൻറ്റ് ഫുഡ് പാർട്ടിക്കിളിനകത്ത് അടങ്ങിയിരിക്കുന്ന വാട്ടർ മോളിക്യൂൾസിൻ്റെ അതേപോലെ തന്നെ മൈക്രോവേവിൻ്റെയും ഈ ഫ്രീക്വൻസിയായിട്ട് മാച്ച് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് മോസ്റ്റ് എഫിഷ്യൻ്റായിട്ട് ഈ എന്ത് ചെയ്യുന്നത് ഹീറ്റ്സ് അപ്പ് ചെയ്യുന്നത്. So C is the correct answer here. The frequency of the microwaves must match the resonant frequency of the water molecules. ഇതാണ് അതിൻ്റെ എക്സാക്റ്റ് ഐഡിയ. ഓക്കെ, ഓർത്ത് നോക്കിയല്ലോ. സോ ദിസ് ഈസ് ദ ആപ്ലിക്കേഷൻ സൈഡ് ഓഫ് ദ മൈക്രോവേവ്സ് ഓൾസോ. ഇത്രയും ക്വസ്റ്റ്യനാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് വാച്ച് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.